kilonewton. Exterior column size 0.5 meter by 0.5 meter. Interior column size 0.5 meter by 0.5 meter. Center to center distance between the column is 6 meter. Allowable soil pressure is 200 kilonewton per meter square. Figure വരയ്ക്കുക. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഇല്ലാതെ ഇങ്ങനെ വരയ്ക്കാൻ കാരണം അങ്ങനെ ഒന്നും പറയാത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റെപ്പ് 1 ക്യൂ. നേരത്തെ പോലെ തന്നെയാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ക്യൂ ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? Q1 പ്ലസ് Q2 ആണ്. ലോഡ് എത്രയായിരുന്നു? 2000ഉം 1500ഉം അല്ലായിരുന്നു? ഓക്കെ, 3500 വരും. അടുത്തത് സ്റ്റെപ്പ് 2. എന്തായിരുന്നു? ഏരിയ ആണ്. Q ഡിവൈഡഡ് ബൈ QN ആണ്. 3500 ബൈ 200. 200 അല്ലായിരുന്നു? അതെ, 200 15 m സ്ക്വയർ എന്ന് വരും. അടുത്തത് സ്റ്റെപ്പ് 3 ആണ്. എന്താണ്? X ബാർ ആണ്. Q2 ഇൻറ്റു X2 X2 1500. രണ്ടും തമ്മിൽ 6 മീറ്റർ, 3500. .57 അല്ലേ? അടുത്തത് സ്റ്റെപ്പ് 4. എന്തായിരുന്നു സ്റ്റെപ്പ് 4? റിസൾട്ട് X ബാർ പ്ലസ് B1 by 2. 2.557 പ്ലസ് B1 എത്രയായിരുന്നു? 0.5 by 2. 2.82. എത്രയോ? എത്ര വരെ? ഓക്കെ, ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് 4 തന്നെ ലെങ്ത് ഓഫ് ഫൂട്ടിങ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ വേറെ ഓഫ്സെറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ലെങ്ത് നമ്മൾക്ക് എങ്ങനെ എടുക്കാം? 6 പ്ലസ് ഇപ്പുറത്തെ കോളം 0.5 ആണ്, അപ്പുറത്തെ കോളം 0.5 ആണ്. അപ്പോൾ 0.5 by 2
പ്ലസ് 0.5/2. 6.5 മീറ്റർ വരും ലെങ്ത്. ക്ലിയർ ആയോ? രണ്ട് കോളം തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 മീറ്റർ ആണ്. കോളത്തിന്റെ രണ്ടിന്റെ സൈസ് 0.5 മീറ്റർ ആണ്. അപ്പോൾ രണ്ടിടത്തേക്കും 0.5/2 0.5/2 മറ്റേ എൻഡിലും വരുമ്പോൾ 6.5 മീറ്റർ വരും. നമുക്ക് തന്നിരിക്കുന്ന ഓഫ്സെറ്റ് ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കണം. ഇനി നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് L/3 ലെസ് ദാൻ എക്സ് ഡാഷ് ലെസ് ദാൻ L/2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. L/3 എന്ന് പറഞ്ഞാൽ 6.5/3 ലെസ് ദാൻ എക്സ് ഡാഷ് എത്രയായിരുന്നു? 2.82 ലെസ് ദാൻ 6.5/2. ഇതാണോ എന്ന് ചെക്ക് ചെയ്യണം. 6.5/3 എന്ന് പറയുമ്പം 2.17 ലെസ് ദാൻ 2.82 ആണ്. ലെസ് ദാൻ 6.5 3.25. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതണം ഹെൻസ് പ്രൊവൈഡ് ട്രപ്പിസോയിഡൽ footing. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? സ്റ്റെപ്പ് 4 തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഹലോ, കേൾക്കണല്ലേ? മനസ്സിലായി. ഓക്കെ, എന്ത് കണ്ടീഷൻ കൊണ്ടാണ് ട്രപ്പിസോയിഡൽ ഫുട്ടിങ് കൊടുക്കാൻ കാരണം? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറയണത്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. ഏതെങ്കിലും സ്ഥലപരിമിതി കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷനിൽ നമുക്ക് എമൗണ്ടിന്റെ റിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നതിന്റെ കാരണമാണ് ചോദിച്ചത്. റെക്ടാങ്കുലർ ആയിട്ട് ചെയ്താലും നമുക്കത് കിട്ടുന്നതാണ്. പിന്നെ എന്ത് കണ്ടീഷൻ കൊണ്ടാണ് ഇത് ട്രപ്പിസോയിഡൽ ആക്കാൻ കാരണം? ട്രപ്പിസോയിഡിൽ യൂഷ്വലി നമ്മൾ കൊടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സ്പേസ്. അതായത് നമ്മൾ എക്സ്റ്റീരിയർ ഇരിക്കണ കോളം സ്പേസ് കുറവാണ്, അങ്ങനെ ഒരു കൺസ്ട്രെയിന്റ് നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ എക്സ്റ്റീരിയർ കോളത്തിൽ വരുന്ന ലോഡ് കൂടുതലാണ്, അങ്ങനെ വരുമ്പോഴും നമ്മൾ ട്രപ്പിസോയിഡൽ ഷേപ്പിലേക്ക് കൊടുക്കാറുണ്ട്. മെയിൻ ആയിട്ട് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. സ്പേസ്, എക്സ്റ്റീരിയർ കോളം നോക്കുമ്പോൾ സ്പേസ് ഇല്ല, അതായത് ഇനഫ് വിഡ്ത്ത് കൊടുത്ത് ചെയ്യാൻ, ഇനഫ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത്, അതായത് ലെങ്ത് കൂട്ടി കൊടുക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു സൈഡിൽ വിഡ്ത്ത് കൂട്ടി കൊടുക്കും. ആ രീതിയിലാണ് യൂഷ്വലി പറയുന്നത്. അല്ലെങ്കിൽ എക്സ്റ്റീരിയറിലുള്ള കോളത്തിലുള്ള ലോഡിന്റെ വാല്യൂ കൂടുതലായിരിക്കണം. ഇന്റീരിയറിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതുവരെ എഴുതിയില്ലേ? ഇനി അടുത്തത് സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് കണ്ടുപിടിക്കണം. B1 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് കണ്ടുപിടിക്കണം. B1 കാണാനുള്ള ഇക്വേഷൻ 2 times A/L മൈനസ് B2 ആണ്. B2 അപ്പോൾ ആദ്യം കാണണമെന്ന് മനസ്സിലായി. B2 കാണാനുള്ള ഇക്വേഷൻ 2A ഹോൾ ഡിവൈഡഡ് ബൈ ലെങ്ത് L ഇൻറ്റു 3 times X ഡാഷ് ബൈ L ഹോൾ മൈനസ് 1. B2 ആദ്യം കണ്ടുപിടിക്കുക, ദെൻ B1 കണ്ടുപിടിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് B2 എന്ന് പറയുന്നത് ഏരിയ എത്രയായിരുന്നു? 2 ഇൻറ്റു 3500 ബൈ 200 അല്ലായിരുന്നു, 17.5 ആയിരുന്നില്ലേ? ലെങ്ത് 6.5, എക്സ് ഡാഷ് എത്രയായിരുന്നു? 2.82 by 6.5 minus 1.
1.62 വരും, റൗണ്ട് ഓഫ് ചെയ്യുക, 1.7 മീറ്ററിന് എടുക്കുക. ദെൻ B1 കണ്ടുപിടിക്കുക, 2a/L മൈനസ് B2 ആണ്. 2 × 17.5/6.5 മൈനസ് 1.7. B1 കിട്ടും 3.68. റൗണ്ട് ഓഫ് ചെയ്യുക, 3.7 മീറ്ററിനാക്കാം. ഏരിയ ചെക്ക് ചെയ്യണോ? ഏരിയ ചെക്ക് ചെയ്യണം. ഇനി സോയിൽ പ്രഷർ ചെക്ക് ചെയ്താൽ മതി. സ്റ്റെപ്പ് 6, Q0 ആക്ച്വൽ സോയിൽ പ്രഷർ, Q ഡിവൈഡഡ് ബൈ ഏരിയ. ട്രപ്പിസോയിഡിന്റെ ഏരിയ എങ്ങനെ കാണണേ? 3500 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു B1 പ്ലസ് B2 ഇൻറ്റു ലെങ്ത് ആണ്. 3500 all divided by 1/2, 1.7 plus 3.7 into 6.5. $195 എന്താ തന്നെ എൻ്റെ തോന്നുന്നു. $99 ആണോ ഒന്ന്? 3500. ആ ഓക്കെ, 199 ആണെങ്കിൽ അങ്ങനെ. 3.7 ആണോ 3.8 ആയിരുന്നത്? 3.8 അല്ലേ? അല്ല 3.7. ആ ശരി 7. ആ നോട്ട് ചെയ്തേക്കണേ, എനിക്ക് തോന്നുന്നു 3.8 ഇട്ടാ ചെയ്തേക്കണേന്ന് തോന്നുന്നു. ആ 3.8 അവിടെ അന്നേരം റൗണ്ട് ഓഫ് ചെയ്തെടുത്തേ. ഓക്കെ, കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് 199 ആയിരിക്കും വന്നെ. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തെടുക്കണ അനുസരിച്ച് വേരിയേഷൻ വന്നാൽ. ഇനി സേഫ് ആണെന്ന് എഴുതാം. ഇനി ആ റെക്റ്റാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങിലെ 6, 7, 8, 9, 10 സ്റ്റെപ്സ് അതുപോലെ എഴുതി വെക്കണം. ഓക്കെ, 2 കോളം ഇങ്ങനെ എൻഡിലായിട്ട് സാധാരണ കാണാറില്ല മിസ്സേ. കൊടുക്കാറില്ല, ഇതൊരു പ്രോബ്ലം അല്ലേ. നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ തരുന്നു എന്നല്ലാണ്ട് ഇതിലത്ര അവർ ആക്ച്വൽ ഫീൽഡിൽ ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ തരണേ. ഇതൊരു നമ്മൾ ആ ഒരു പ്രൊസീജിയർ പഠിക്കാൻ ഒരു സ്റ്റെപ്പ് അത്രേ ഇതിനകത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്തിട്ട് ഞാൻ നിർത്താട്ടോ ട്രപ്പിസോഡിൽ. അപ്പൊ പിന്നെ ആ സെക്ഷൻ തീരും. അടുത്ത നോട്ടിലത് വലിയ കോളം അല്ല, വലിയ ലോഡ് എന്നോടത്തല്ലേ വീതി കൂടുതൽ കൊടുക്കണേ. അപ്പൊ യൂഷ്വലി നമ്മൾ അതുകൊണ്ടാണ് എക്സ്റ്റീരിയർ കോളത്തിലായിരിക്കും കൂടുതൽ ലോഡ് കൂടുതൽ. ആ രീതിയിലാണ് നമ്മൾ അതിന്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറയണേ. അടുത്ത ക്വസ്റ്റ്യൻ ഇത്. പടം നിങ്ങൾ ആസ് യൂഷ്വൽ വരച്ചാൽ മതി. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതാം.
പ്രശ്നം എഴുതിയോ? Design plan dimensions of a trapezoidal footing to support a column at center to center distance 5 meter carrying a load of 1500 kilonewton and 3000 kilonewton. Effective size of smaller column is 0.4 meter by 0.4 meter. Is at a clear distance of 250 mm. 250 mm ആണ്. 250 mm from the property line. Effective size of larger column is 750 by 750 mm. Allowable soil pressure is 300 kilonewton. kilopascal. Kilopascal. Kilonewton per meter square തന്നെയാണ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, എഴുതിയോ? ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗർ നമ്മൾ വരയ്ക്കണം. ഇവിടെ ഫിഗർ ഇങ്ങനെയാണ് വരച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് 0.475 മീറ്റർ വരുന്ന കോളം. അതിനകത്താണ് ലോഡ് കൂടുതലുള്ളത്. 1500 എന്ന് പറയുന്നത് 0.4 മീറ്റർ ബൈ 0.4 മീറ്റർ ആണ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 മീറ്റർ. ഈ ചെറിയ കോളം ഇരിക്കുന്നതിലാണ്, അതായത് എഫക്റ്റീവ് സൈസ് ഇതിൽ 0.4 മീറ്റർ ഇരിക്കുന്നതിലാണ് 250 mm പ്രോപ്പർട്ടി ലൈനിൽ നിന്ന് മാറിയിരിക്കണേ. 0.25 മീറ്റർ മാറിയിരിക്കണേ. പഠിച്ചാണോ? ഹലോ, ആ പറഞ്ഞു വരച്ചു. 10 മിനിറ്റ് ബ്രേക്കിന് വിട്ട് കഴിയുമ്പോഴേക്ക് എല്ലാവരും സ്വിച്ച് ഓഫ് ആയി പോയോ? ആരും അനങ്ങണില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നേരത്തെ ചെയ്ത പോലെയാണ്, ചെറിയ വ്യത്യാസമുണ്ട് ഇതിനകത്ത്. ആ ഡയമെൻഷൻസ്, ആ കോളം അങ്ങനെ ഇരിക്കണോണ്ടുള്ള ഇതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് Q1. Q1 ആണ്. Q1 പ്ലസ് Q2 തന്നെയാണ്. 1500 3000 ആണ്. സ്റ്റെപ്പ് 2 ഏരിയ ആണ്. Q by QN. Q by QN. QN എത്രയാണ്? 300 അല്ലേ? 300 കിലോ പാസ്കൽ ആണ്. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാകരുത്. 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ 300 എന്ന് തന്നെ എഴുതണം കേട്ടോ. 300 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആവും. അപ്പോൾ
ഇപ്പം 15 അല്ലേ? 15. അടുത്തത് സെയിം സ്റ്റെപ്പ് അതുപോലെ തന്നെ. സ്റ്റെപ്പ് 3 എക്സ് ബാർ ആണ്. Q2 ഇൻറ്റു x2 ബൈ Q ആണ്. Q2 എന്ന് പറയുന്നത് 3000 ആണ്. ഇൻറ്റു x2 5 മീറ്റർ ആണ്. 4500. ത്രീ പോയിന്റ് 3.33. ഇനി അടുത്തത് സ്റ്റെപ്പ് 4 ആണ്. 4ൽ എന്തായിരുന്നു? എക്സ് ഡാഷ് അല്ലേ? എക്സ് ഡാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എക്സ് ബാറ് പ്ലസ് B1/2 പ്ലസ് ഒരു പ്രൊജക്ഷൻ 0.25 മീറ്റർ ഉണ്ട് അവിടെ, അതും കൂടെ ആഡ് ചെയ്യണം. 2.38 0.4/2 0.25. അല്ലേ? ഇനി എന്താണ് ചെയ്യണത്? ലെങ്ത് ഓഫ് ദ ഫൂട്ടിങ് കണ്ടുപിടിക്കണം. അവിടെ തന്നെ, ആ സ്റ്റെപ്പിൽ തന്നെ. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. L is equal to എത്ര വരും? ഒരു 0.25 ഉണ്ട്, 0.4/2 ഉണ്ട്, 5 മീറ്റർ ഉണ്ട്. മറ്റേ കുളത്തിന്റെ സൈസ് എത്രയായിരുന്നു? ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മറ്റേ എക്സ് ബാർ 2 ഇൻറ്റു എക്സ് ബാർ എന്നുള്ള അതൊന്നും വേണ്ട അല്ലേ? അത് റെക്ടാങ്കുലറിനല്ലേ? കൺഫ്യൂഷൻ ആക്കല്ലേ. എക്സ് ബാറിന്റെ വാല്യൂ 2.38 ആണ് സർ. എക്സ് ബാർ 2.38 അല്ലേ? 3.3 ആണല്ലേ? ഇവിടെ ഇട്ടത് മാറിപ്പോയല്ലേ? 3.33. വെരി സോറി. 3 4 കറക്റ്റ്. 3.78 എഴുതി. ആഡ് ചെയ്തപ്പോൾ മാറ്റി തിരിച്ചു. ലെങ്ത് സാധാരണ ട്രപ്പിസോഡിൽ നമ്മൾ ആ തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് റീഡ് ചെയ്ത് എഴുതുക ചെയ്യുന്നത്. അപ്പം 5.8 മീറ്റർ വരും. 0.25ഉം ആദ്യത്തെ കോളം 0.4/2 അല്ലായിരുന്നു, പ്ലസ് 5 മീറ്ററും. ലാസ്റ്റ് കോളം എക്സ്റ്റീരിയർ കോളം എത്രയായിരുന്നു? ഇന്റീരിയർ 0.75 അല്ലായിരുന്നു, 750 അല്ലായിരുന്നു, 0.75/2. ഓക്കെ, അതെ. ഇനി കണ്ടീഷൻ നമ്മൾ നോക്കണം. എന്തായിരുന്നു കണ്ടീഷൻ? 5.825 ഉണ്ട്. 8.825. 5.825 റൗണ്ട് ചെയ്യാറില്ല. 5.828 എടുത്താലും മതി. L/3 ലെസ് ദാൻ എക്സ് ഡാഷ് ലെസ് ദാൻ L/2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. 5.8 ഇട്ട് ചെയ്താൽ മതി കേട്ടോ. 5.8/3 5.8/3 എന്ന് പറയുമ്പോൾ 1.93 ലെസ് ദാൻ എക്സ് ഡാഷ് എന്ന് പറയുന്നത് 3. എക്സ് ഡാഷ് എത്രയായിരുന്നു? 3.78 ആണ്. ലെസ് ദാൻ L/2 എത്ര വരും? 5.8/2 2.9 അല്ലേ? 2.9 ആണ്. അപ്പൊ ഇത് എന്താണ്? നോട്ട് സാറ്റിസ്ഫൈയിങ് ആണ് ഈ കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ട്രപ്പിസോഡിലായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം. ലെങ്ത് കൂട്ടിക്കൊടുക്കുക. അപ്പൊ എഴുതി വെക്കുക, ഹിയർ കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈയിങ്. Condition is not satisfying. Increase the length of the footing. Okay. അപ്പം ലെങ്ത് ഇനി എത്ര കൂട്ടാം? നമ്മൾക്ക് സാധാരണ ഒരു ലൈവ് കേസിലാണെങ്കിൽ നമ്മൾ നോക്കും ചുറ്റുപാടിൽ എങ്ങനെയാണ് ലെങ്ത് എത്രത്തോളം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ മിനിമം എത്ര നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ലെങ്ത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത്. ആക്ച്വൽ കേസിൽ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഒരു എന്തോ 3.78 into 2 അടിച്ച ഇൻറ്റു 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവും. അതായത് അപ്പം ഞാൻ എന്ത് ചെയ്തു?
ലെങ്ത് ഒരു 2.2 മീറ്റർ ഇൻക്രീസ് ചെയ്തു. അപ്പം ലെങ്ത് എന്ന് പറയുന്നത് എത്ര വന്നു? 5.8 പ്ലസ് 2.2 വരും. അപ്പോൾ ഒരു 8 മീറ്റർ ലെങ്ത് കൊടുത്തു. എന്നിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു വീണ്ടും. L/3 ലെസ് ദാൻ എക്സ് ഡാഷ് ലെസ് ദാൻ L/2. അപ്പം ഇത് 2.6 വരും. 3.78 ആയിരുന്നു. L/2 എന്ന് പറഞ്ഞാൽ 4 മീറ്റർ വരും. അപ്പം നമ്മുടെ ഓക്കെ ആയി. Hence provide trapezoidal footing. Then നമ്മൾ എന്ത് ചെയ്യണു? സ്റ്റെപ്പ് 5 ചെയ്യണു. അതായത് B1 കണ്ടുപിടിക്കുക, B2 കണ്ടുപിടിക്കുക. ട്രപ്പിസോയിഡലായിട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കണമെങ്കിൽ നിങ്ങൾ ലെങ്ത് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ അതിനെ നിങ്ങൾ റെക്ടാങ്കുലർ ആയിട്ടോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നൊന്നും വേണ്ട. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞത് അതായിട്ട് ഡിസൈൻ ചെയ്ത് വെക്കുക. ട്രപ്പിസോഡിൽ സേഫ് ആവണില്ല, കണ്ടീഷൻസ് ഓക്കെ ആവുന്നില്ലെങ്കിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മാർഗം. നമ്മൾ ആക്ച്വൽ കണ്ടീഷനിൽ ചെയ്യുമ്പം ഫീൽഡിലെ കൺസ്ട്രെയിൻസ്, ഫീൽഡിൽ എങ്ങനെയാണ് ലെങ്ത് നമുക്ക് ചിലപ്പോൾ ഒരു പരിധി വരെയൊന്നും കൂട്ടാൻ പറ്റത്തില്ല. ട്രപ്പിസോഡിൽ എന്നാൽ കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ലെങ്ത് എത്ര കൊടുത്താൽ ഈ കണ്ടീഷൻ ഓക്കെ ആയി നിൽക്കും എന്ന് നോക്കിയിട്ടായിരിക്കും കൊടുക്കണേ. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതും ആക്ച്വലി ഇതിലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ DCS പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവാം. നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നതും നമ്മൾ സ്റ്റെപ്പ് എഴുതി വെക്കുന്നതും തമ്മിൽ കുറേയൊക്കെ വ്യത്യാസം വരാം. അങ്ങനെ തോന്നുന്നുണ്ടോ DCSൽ? ഹലോ, എല്ലാരും പോയോ? ഉണ്ട് വെച്ചാ വേറൊരു DCC തോന്നുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? ആക്ച്വലി നമ്മൾ ചെയ്യുന്നതും നിങ്ങൾ തിയറി പഠിക്കുന്നതും തമ്മിൽ കുറെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഭയങ്കര വ്യത്യാസം വെച്ചേ. ഒരുപാട് വ്യത്യാസം തോന്നും നമുക്ക്. B1 B2 കിട്ടിയോ? കിട്ടി. എത്രയാ വന്നെ B1? 2.15 മറ്റേ 1.6. B1 2.15 തന്നെ കൊടുക്കുക, മറ്റത് 1.6. ഇനി സ്റ്റെപ്പ് 6 കണ്ടുപിടിക്കുക. Q0 Q divided by actual area which is equal to 3500 by 3500 അല്ലല്ലോ 4500 അല്ലേ, 1/2 into 2.15 plus 1.6 into length 8 meters. സേഫ് ആണോ എന്ന് നോക്കാം. അല്ല 296 സംതിങ് വരും. 300 തന്നെ വന്നല്ലോ. 300 തന്നെയാണോ ഒന്ന്? 1.6ഉം 2.15 ഇട്ടാണോ ചെയ്തേ? അതെ. ആ ഓക്കെ, ഞാൻ നോട്ടിൽ 2.2 ഇട്ടാ ചെയ്തേക്കണം, അതാണ് ഈ ആൻസർ വന്നത്. 2.2 ആക്കിയാലോ? 2.2 ആക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ല, വിട്ട് കുറച്ച് കൂട്ടി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇത് റൗണ്ട് ഓഫ് ചെയ്ത് നിങ്ങൾ 2.2 ആക്കിക്കോ. ഏരിയ കൂടുമ്പോൾ എന്ത് പറ്റും? പ്രഷർ കുറച്ചുകൂടെ സേഫ് ആവും. അപ്പം ആ രീതിയിൽ നമുക്ക് നിർത്താമല്ലോ. ഇതെല്ലാം ഫീൽഡിൽ വരുമ്പോൾ വ്യത്യാസം വരും, കാരണം നമ്മുടെ സ്പേസ് എങ്ങനെയാണ് അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കണേ. ആരും ഇത് ആസ്വദിച്ച് അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഫീൽഡിലെ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് ഇതിന് വ്യത്യാസങ്ങൾ വരും. ബേസിക്കലി നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ റെഗുലർ സ്റ്റുഡൻസിനെ പഠിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നം വരില്ല, കാരണം അവർ ഫീൽഡ് എക്സ്പീരിയൻസ് കുറവാണ്.
അപ്പം അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ആ രീതിയിലാണ് അതിനെ മനസ്സിലാക്കണത്. ഫീൽഡിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള നിങ്ങളെ പോലുള്ളവർക്ക് ഇതൊക്കെ ദഹിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അത് കുഴപ്പമില്ല സർ, ഞങ്ങളിപ്പോ സ്റ്റുഡന്റ് അല്ലേ, അതിന്റെ കുഴപ്പമില്ല. അല്ല, അപ്പൊ അതിനകത്ത് ഒരുപാട് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കേ ഭയങ്കര ഇത് വരും. അതാരുടെയും കുഴപ്പമല്ല, ഒരു തെറ്റായി പറഞ്ഞതും അല്ല. അങ്ങനെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. കിട്ടിയില്ലേ? ഇനിയുണ്ടല്ലോ റാഫ്. എല്ലാരും എത്തിയോ? ഈ സ്റ്റെപ്പ് 7, 8 ഒരു പ്രാവശ്യം എഴുതിയായിരുന്നെങ്കിൽ ഇത് ഓർമ്മ വന്നു. എഴുതണവരെ എഴുതിക്കോളൂ കേട്ടോ, നോ പ്രോബ്ലം. ഞാൻ വെറുതെ പിള്ളേരെ കൊണ്ട് ഇനി അല്ലെ തന്നെ 2 സ്റ്റെപ്പ് എഴുതാൻ മടിയാ, അപ്പൊ പിള്ളേരോട് ഞാൻ അവിടെ എഴുതി വെക്കാൻ പറയുള്ളൂ യൂഷ്വലി. അല്ലെ തന്നെ നിങ്ങൾക്ക് മടിയാ എഴുതാൻ, എഴുതി മടുത്തു എന്ന് പറയും. ഇനിയുള്ളത് റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ്. ഇതിനകത്തൊരു 3 പ്രോബ്ലം ആണുള്ളത്, പിന്നെ തിയറിയാണ് കൂടുതൽ. നിങ്ങൾ ഈ തിയറി മീൻസ് തിയറി പ്രിന്റ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് പെട്ടെന്ന് തീർത്തു പോകാം. ഈ തിയറി പറഞ്ഞ് ആ 3 പ്രോബ്ലം ചെയ്താൽ 4th മൊഡ്യൂൾ തീരും. ഇതിൽ പഠിക്കേണ്ട എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് എല്ലാം ഒന്നും പഠിക്കാനില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം ഇനി അത് റാഫ്റ്റ്. അതോടുകൂടി ഈ മൊഡ്യൂൾ തീരും. പ്രിന്റ് എടുത്തോളാം. പ്രിന്റ് എടുത്തു. തിയറി വെറുതെ എഴുതണ്ടല്ലോ എന്ന് ഓർക്കട്ടോ, ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റാഫ്റ്റ് ഫൗണ്ടേഷൻ, കൊഹഷൻലെസ് ആണെങ്കിലും കൊഹസീവ് സോയിൽ ആണെങ്കിലും എങ്ങനെയാണ് ബിയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണത്, ഇതാണ് ബേസിക്കലി അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന സാധനം. അടുത്ത ആഴ്ച ആ ക്ലാസ് കൊണ്ട് അത് തീരും. 3rd മൊഡ്യൂൾ തീരും. റെഗുലറിൽ 4 മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ താങ്ക് യു. അറ്റൻഡൻസ് ആയിട്ടോളാം. റെഗുലറുകാർക്ക് മിസ് ഒരു ആഴ്ചയിൽ എത്ര ക്ലാസ് എടുക്കും? 5 അവർ ഉണ്ട്, 5 അവർ. അതാ ഞങ്ങള് 1 അവർ കൊണ്ടല്ലേ. 1 മണിക്കൂറോ 2 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അത്രല്ലേ കിട്ടണുള്ളൂ. അതാണ് ലാഗ് ആവണത്. പിന്നെ ഒരാഴ്ച ലാഗ് വന്നില്ലേ, അവർക്ക് തുടങ്ങി 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തുടങ്ങിയത്. അതാ ഞാൻ പറഞ്ഞേ,